സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളിലൂടെ നവകേരള നിർമ്മിതിക്കായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ 4 മിഷനുകളിലൊന്നാണ് ഹരിത കേരളം മിഷൻ. ശുചിത്വവും ജലസമൃദ്ധിയും ജലസുരക്ഷയും സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനവും ലക്ഷ്യമിട്ട് 2016 ഡിസംബർ 8 ഹരിത കേരളം മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്തിൻ്റെ പാരിസ്ഥിതിക സുസ്ഥിതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇതിനകം ഹരിത കേരളം മിഷന് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം, വൃത്തി, വിളവ് എന്ന സവിശേഷ മുദ്രാവാക്യത്തിൽ തന്നെ മിഷന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാണ്. ജലസംരക്ഷണം, ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട 3 ഉപമിഷനുകൾ ചേർന്നതാണ് ഹരിത കേരളം മിഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് മിഷൻ പ്രവർത്തനങ്ങൾ പ്രായോഗിക തലത്തിൽ നടക്കുന്നത്. വിവിധ വകുപ്പുകളെയും ഏജൻസികളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏകോപന സഹായ സംവിധാനമായാണ് പ്രധാനമായും ഹരിത കേരളം മിഷൻ പ്രവർത്തിക്കുന്നത്. പ്രകൃതിയിലെ പ്രധാന ഘടകങ്ങളായ മണ്ണ്, വായു, ജലം എന്നീ വിഭവങ്ങൾക്ക് സുരക്ഷ ഒരുക്കിയും അവയെ സംരക്ഷിച്ചുമുള്ള മിഷന്റെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ ഇതിനകം തന്നെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ജലസുരക്ഷ, ജൈവ കാർഷിക മാർഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള കൃഷി വ്യാപനം എന്നീ മേഖലകളിലും അനുബന്ധമായി വരുന്ന മറ്റു ചില മേഖലകളിലുമാണ് മിഷൻ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടന്നത്. ഈ മേഖലകളിലെല്ലാം കൈവരിച്ച ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ശ്രദ്ധേയമാണ് ബൗദ്ധിക തലത്തിൽ വരുത്താനായ മൂല്യാധിഷ്ഠിത നേട്ടങ്ങളും. വൈവിധ്യവും നൂതനവുമായ പദ്ധതികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ക്യാമ്പയിനുകളിലൂടെയും സംസ്ഥാനത്ത് ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഹരിത കേരളം മിഷന് കഴിഞ്ഞു. ഹരിത നിയമ ബോധവൽക്കരണ ക്യാമ്പയിൻ പോലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായ ജനകീയ വിദ്യാഭ്യാസ പരിപാടിയായി മാറി. ശുചിത്വ മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് നടന്ന ക്യാമ്പയിനുകളായ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ജാഗ്രതോത്സവം, ഹരിതോത്സവം, വൃത്തിയുള്ള നാടൊരുക്കാൻ വൃത്തിയുള്ള വീട്, ജലമാണ് ജീവൻ, ജല പാർലമെന്റുകൾ, തരിശുരഹിത ഗ്രാമ ക്യാമ്പയിൻ എന്നിവ ഇത്തരത്തിൽ ശ്രദ്ധേയമായി. സംസ്ഥാനം നേരിട്ട പ്രളയത്തിനും മഴക്കെടുതികൾക്കും ശേഷം പ്രസ്തുത മേഖലകളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിലും കോവിഡ് കാലത്തെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രതിബദ്ധതയോടെ പങ്കുവഹിക്കാൻ മിഷന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ടു. വഴികാട്ടാൻ വാഗമൺ മാതൃകയിൽ മൂന്നാറിലും ഹരിത ടൂറിസം പദ്ധതി ആരംഭിച്ചു. ഗ്രീൻ പ്രോട്ടോകോൾ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ മിഷൻ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്തെ പകുതിയിലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ പദവിയിലേക്ക് എത്തിയതും 15,000-ലധികം സർക്കാർ ഓഫീസുകൾ ഹരിത ചട്ടത്തിലേക്ക് മാറിയതും ഇവിടെ പ്രസക്തമാണ്. 95%-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അജൈവ പാഴ്വസ്തു ശേഖരണത്തിനും തുടർ പ്രവർത്തനങ്ങൾക്കുമായി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ സ്ഥാപിച്ചു. മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഖരമാലിന്യ സമാഹരണവും സംസ്കരണവും 100%-ലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനം ഊർജിതമായി നടന്നുവരുന്നു. നിരന്തര മോണിറ്ററിംഗ് നടത്തുന്നതിനുള്ള ക്രമീകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തനക്ഷമമായി. മാലിന്യത്തിൻ്റെ ഉറവിടം മുതൽ സംസ്കരണം വരെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ മോണിറ്ററിംഗ് സംവിധാനം ഹരിതമിത്രം ആപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാവർത്തികമാക്കി വരുന്നു. അജൈവ മാലിന്യം വാതിൽപ്പടി ശേഖരണം നടത്തുന്നതിന് പരിശീലനം ലഭിച്ച 33,000-ലധികം ഹരിത കർമ്മ സേനാംഗങ്ങൾ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നു. ശ്രദ്ധേയമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കാണ് കേരളം കഴിഞ്ഞ വർഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. പുഴകൾക്ക് പുതുജീവൻ കിട്ടും വിധം നദീ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടന്നു. വരട്ടാർ നദി പുനരുജ്ജീവിപ്പിച്ചു. കാനാമ്പുഴ, കുട്ടമ്പേരൂർ പുഴ, കിള്ളിയാർ, കോലറയാർ, വടക്കേപ്പുഴ, ചാലങ്കോട് തോട്, മുട്ടം പരപ്പാത്തോട്, കമ്പ്രയാർ, പെരുന്തോട്, പൂനൂർ പുഴ, കൊട്ടാരക്കര പാണ്ടിവേൽ തോട് തുടങ്ങിയ മലിനമായി കിടന്ന ജലസ്രോതസ്സുകൾ ശുദ്ധീകരിച്ച് നീരൊഴുക്ക് സാധ്യമാക്കി. മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ പുനഃസംയോജനം സാധ്യമാക്കി. ഇത്തരം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വഴി നിരവധി ഏക്കറുകളിലേക്ക് കൃഷി പുനരാരംഭിക്കാൻ സാധിച്ചു. ജലാശയങ്ങൾ ശുദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച എല്ലാവരും ജലാശയങ്ങളിലേക്ക് എന്ന പരിപാടിയെ തുടർന്ന് നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പിനായി സംഘടിപ്പിച്ച ഇനി ഞാൻ ഒഴുകട്ടെ പരിപാടി ജലസംരക്ഷണ രംഗത്ത് സൃഷ്ടിച്ച മാറ്റം അത്ഭുതാവഹമാണ്. കിണറുകളുടെയും കുളങ്ങളുടെയും നവീകരണവും റീചാർജിങ്ങും ഏറെ ഫലം നൽകി. ജലസമൃദ്ധി ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മറ്റു വിവിധ പരിപാടികൾ
കാർഷിക മേഖലയിൽ നവോന്മേഷമുണ്ടാക്കി. ജലസ്രോതസ്സുകളിൽ സ്കെയിലുകൾ സ്ഥാപിച്ച് ജലസമ്പത്ത് തിട്ടപ്പെടുത്താനുള്ള നടപടികൾ, ജലസ്രോതസ്സുകൾ ഡിജിറ്റൽ മാപ്പിൽ അടയാളപ്പെടുത്തുന്ന മാപ്പത്തോൺ, കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള ജലഗുണതാ പരിശോധന ലാബുകൾ തുടങ്ങിയവ സംസ്ഥാനത്ത് നടന്ന വേറിട്ട ജലസംരക്ഷണ പ്രവർത്തനങ്ങളാണ്. ഇനി ഞാൻ ഒഴുകട്ടെ മൂന്നാം ഘട്ടം ക്യാമ്പയിനുകൾ ഉൾപ്പെടുത്തി പശ്ചിമഘട്ട പ്രദേശത്തെ നീർച്ചാൽ പുനരുജ്ജീവന പ്രവർത്തനം ആരംഭിച്ചു. പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന 230-ൽ അധികം ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള നീർച്ചാൽ ശൃംഖല ശാസ്ത്രീയമായി കണ്ടെത്തി മാപ്പത്തോണിലൂടെ അടയാളപ്പെടുത്തി പൊതുജന പങ്കാളിത്തത്തോടെ ശുചിയാക്കിയും നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചും വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം ക്യാമ്പയിൻ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പരമാവധി ലഘൂകരിക്കാൻ ഈ പദ്ധതി പ്രയോജനപ്പെടും. ഉപേക്ഷിക്കപ്പെട്ട പാറക്വാറികളിലെ ജലം പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പാറക്വാറി റീചാർജ് പദ്ധതി കൂടുതൽ സ്ഥലങ്ങളിൽ നടപ്പാക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നുവരുന്ന പുഴയൊഴുകും മാണിക്കൽ പദ്ധതി ജനശ്രദ്ധ ആകർഷിച്ച് മറ്റു ഗ്രാമപഞ്ചായത്തുകൾക്ക് മാതൃകയാവുകയാണ്. നീർത്തട പ്രദേശങ്ങളിലെ മണ്ണ് ജലസംരക്ഷണം ലക്ഷ്യമിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്ന് നടപ്പാക്കുന്ന നീരുറവ് പദ്ധതിയുടെ നിർവഹണം നടന്നുവരുന്നു. വയനാട് ജില്ലയിലെ കബനിക്കായ് വയനാട് പദ്ധതിയും പുരോഗമിക്കുന്നു. തരിശുനിലങ്ങളിലെ കൃഷി വ്യാപനം, ഹരിത സമൃദ്ധി വാർഡ്, കരനെൽ കൃഷി ഉൾപ്പെടെ അധിക നെൽകൃഷി, ജൈവ പച്ചക്കറി കൃഷി വ്യാപനം, സ്കൂൾ വളപ്പുകളിലും വിവിധ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും പച്ചക്കറി കൃഷി, സംയോജിത കൃഷി പ്രോത്സാഹനം എന്നിങ്ങനെ കാർഷിക മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കൃഷി വകുപ്പിൻ്റെയും അനുബന്ധ ഏജൻസികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഹരിതകേരളം മിഷന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ITI ക്യാമ്പസുകളും ഹരിത ക്യാമ്പസുകളാക്കുന്ന കർമ്മപദ്ധതി, സംസ്ഥാനത്തെ പരമാവധി വീടുകൾ ഹരിത ഭവനങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി എന്നിവയും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൃഷി നടപ്പാക്കുന്ന പ്രവർത്തനവും ഫലം കണ്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രവളപ്പിലെ തരിശിടങ്ങളിൽ കൃഷി നടപ്പാക്കുന്ന ദേവഹരിതം പദ്ധതിയും ഏറെ ശ്രദ്ധ നേടി. തരിശുഭൂമിയിൽ പച്ചപ്പൊരുക്കാനുള്ള ഹരിതകേരളം മിഷന്റെ നൂതന ആശയമാണ് പച്ചത്തുരുത്ത് പദ്ധതി. പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ തരിശ് സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കാനാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഹരിത ഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ആഗോളതാപനത്തെ ചെറുക്കുന്നതിനുമുള്ള പ്രായോഗിക ഇടപെടലാണ് പച്ചത്തുരുത്തുകൾ. സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങളിലൂടെ വികസനവും ജൈവ വൈവിധ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് 5 നാട്ടിലും സമീപ പ്രദേശങ്ങളിലും വിവിധ ഘടകങ്ങളുടെ ഏകോപനം വഴി നടപ്പാക്കിയ UNDP ഇന്ത്യ ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പദ്ധതി ഹരിതകേരളം മിഷൻ വിജയകരമായി പൂർത്തിയാക്കി. കേരളം അടിമുടി മാറ്റത്തിൻ്റെ പാതയിലാണ്. സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് കാർഷിക വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുമ്പോൾ തത്തുല്യമായ ഇടം ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒന്നാം പിണറായി സർക്കാർ നടപ്പാക്കിയ 4 മിഷനുകളായ ലൈഫ്, ആർദ്രം, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവും ഉൾപ്പെടുത്തി 2ാം ഊഴത്തിൽ പിണറായി സർക്കാർ ഏകോപിത നവകേരളം കർമ്മ പദ്ധതി 2 രൂപീകരിച്ച് കൂടുതൽ കർമ്മനിരതമാവുകയാണ്. സമഗ്ര വികസനത്തിലൂന്നിയുള്ള പദ്ധതികൾക്ക് കാലോചിതമായ മാറ്റം നൽകുകയാണ് നവകേരളം കർമ്മ പദ്ധതി 2ാം ഘട്ടത്തിൽ. ഈ ദിശയിലാണ് ഹരിതകേരളം മിഷന്റെ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഫലപ്രദമായ ഏകോപനവും സംയോജനവും വിലയിരുത്തൽ രീതികളും നടപ്പാക്കാൻ കഴിയും വിധം ഹരിതകേരളം മിഷൻ പ്രവർത്തനങ്ങൾ കർമ്മപഥത്തിലാണ്. ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചും പ്രവർത്തന രീതികളിൽ നൂതന സങ്കേതങ്ങൾ തേടിയുമാണ് 2ാം ഘട്ടത്തിൽ ഹരിതകേരളം മിഷന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പ്രവർത്തനങ്ങളുടെ മോണിറ്ററിങ്ങിനും വിവരശേഖരണത്തിനുമായി തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുന്ന ഹരിതദൃഷ്ടി മൊബൈൽ ആപ്ലിക്കേഷൻ ഇതിന് അനുസൃതമാണ്. കാർബൺ ന്യൂട്രൽ കേരളം അഥവാ നെറ്റ് സീറോ എമിഷൻ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ആശാവഹമായി പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജലസുരക്ഷാ പ്ലാൻ ആവിഷ്കരിക്കുന്നതിനായി ജലബജറ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനം രാജ്യത്ത് ഇതാദ്യമായി കേരളത്തിൽ നടപ്പാവുകയാണ്. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് സമയബന്ധിതമായി നടപ്പാക്കി വരുന്ന
മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അനുദിനം പുരോഗതി ആർജിക്കുന്നു. ജനപങ്കാളിത്തം ഉറപ്പാക്കി പരിസ്ഥിതി സംരക്ഷണത്തിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഹരിത കേരളം മിഷൻ.